ഇന്ത്യ നാറ്റോയിൽ അംഗമാകുമോ? ഇതിനെപ്പറ്റി ഇന്ത്യയിൽ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ലോകത്ത് നടക്കുന്ന ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് അത് തന്നെയാണ് കാരണം. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് റഷ്യ എത്രമാത്രമാണ് ഉക്രൈൻ പിടിക്കുവാൻ വേണ്ടി സഫർ ചെയ്യുന്നത്. കാരണം വാറിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന സക്സസ് ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. ഏകദേശം 1.5 ലക്ഷത്തോളം റഷ്യൻ സോൾജേഴ്സാണ് കൊല്ലപ്പെട്ടത്. ഏകദേശം 1.5-2 ലക്ഷത്തോളം സോൾജേഴ്സ് സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി. അവസാനം അവർക്ക് സാധന എക്യുപ്മെൻറ്റ്സ് ഇല്ല. ഇറാനിൽ നിന്നും നോർത്ത് കൊറിയയിൽ നിന്നും അവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്ന് ഫയർ ചെയ്യുന്നത്. അതായത് റഷ്യ എന്ന് പറയുന്ന ഹാർഡ്വെയർ, അതായത് റഷ്യൻ ഹാർഡ്വെയർ ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നീട് ഇറാനിൽ ഇവരുപയോഗിച്ച ആൻറ്റി എയർക്രാഫ്റ്റ് വെപ്പൺസ്, അതായത് X-400, X-300 ഇത്രമാത്രം ഇസ്രായേൽ എയർക്രാഫ്റ്റ് പോയിട്ട് ഫയർ ചെയ്തിട്ട് അവിടുത്തെ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ നശിപ്പിച്ചിട്ട് പോലും ഒരു ഇസ്രായേലി എയർക്രാഫ്റ്റിനെ ഡ്രോണിനെ അറ്റാക്ക് ചെയ്യാൻ, അതിനെ വെടിവെച്ചിടാൻ പോലും, അത് തകർത്ത് കളയാൻ പോലും ഈ പറയുന്ന അമേരിക്കൻ വെപ്പൺസിന് റഷ്യൻ വെപ്പൺസിനും ഈ ആൻറ്റി എയർക്രാഫ്റ്റ് വെപ്പൺസിന് കഴിഞ്ഞില്ല. ഇതും ചോദ്യചിഹ്നമായി. ഇപ്പോൾ ലേറ്റസ്റ്റ് ജെയിൻ ഡിഫൻസ് വീക്കിലി വന്ന ആ റിപ്പോർട്ടാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നീട് നമ്മൾ കണ്ട് ലെബനനിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്കാണെങ്കിലും ഹൂത്തികൾക്കാണെങ്കിലും ഹമാസിന് പോലും റഷ്യൻ എക്യുപ്മെൻറ്റ്സ് കൊടുത്തിരുന്നു ഇറാൻ വഴി. അതും അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം റഡാറും അതും ഇതൊക്കെ കൊടുത്തിരുന്നു. പിന്നീട് നമ്മൾ കണ്ട ലെബനൻ എങ്ങനെയാണ് വീണത്, ഹിസ്ബുള്ള എങ്ങനെയാണ് വീണത്. അതേപോലെ തന്നെ ഏറ്റവും അവസാനം സിറിയ, അവിടുത്തെ അപ്പം തന്നെ റഷ്യൻ ബേസ് ഉണ്ടായിരുന്നൊരു രാജ്യമാണ്, 2 വലിയ ബേസുകൾ. എന്ത് റഷ്യ അവർക്ക് റിട്ടാലിയേഷൻ ഈ പറയുന്ന റിബൽ ഗ്രൂപ്പിനെ അടിക്കാനൊക്കെ ശ്രമിച്ചു, അതെല്ലാം പൂർണ്ണമായിട്ടും പൊളിഞ്ഞുപോയി. അവിടെയൊക്കെയാണ് റഷ്യൻ എക്യുപ്മെൻസിൻ്റെയും അവരുടെ ഹാർഡ്വെയറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇത് എത്രമാത്രം നമുക്ക് വിശ്വസനീയമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഞാനൊരു സീനിയർ ലെഫ്റ്റനൻറ്റ് ജനറൽ, റിട്ടയർഡാണ് അദ്ദേഹം, USI യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം UN-ൻ്റെ ഓഫീസറായിട്ട് ചീഫായിട്ട് വർക്ക് ചെയ്തിട്ട്, അപ്പോൾ അദ്ദേഹത്തിനായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇന്നത്തെ ലെവലിൽ ഇപ്പം നമ്മുടെ ഈ എക്യുപ്മെൻറ്റ്സ് വലിയൊരു ശതമാനം ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഈ പറയുന്ന റഷ്യ തന്നെയാണ്. കാരണം ഇപ്പം എയർഫോഴ്സിൻ്റെ ആണെങ്കിലും അപ്പോൾ എയർക്രാഫ്റ്റ് MiG-29 21 അപ്പം 21 നമ്മൾ ഫേസ് ഔട്ട് ചെയ്യുകയാണ്. പിന്നെ സുക്കോയ് 30MK ഈ സാധനങ്ങളെല്ലാം തന്നെ റഷ്യയ്ക്ക് പോലും പ്രോപ്പറായിട്ട് ഉക്രൈൻ്റെ ടെറൈനിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് പറന്നു കഴിയുമ്പോൾ അടിച്ചെടുക്കും. അതേപോലെ തന്നെ ഇതേ എക്യുപ്മെൻറ്റ്സ് തന്നെ, കാരണം ഞാൻ പറയുന്നത് റഷ്യൻ നമ്മൾ മേടിക്കുന്ന റഷ്യൻ എയർക്രാഫ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഇന്ത്യ തന്നെ ബാലാക്കോട്ടിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ റഷ്യൻ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചില്ല. നമ്മൾ ഉപയോഗിച്ച ഫ്രാൻസിൻ്റെ മിറാഷ് 2000 ആണ് പഴയത്. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ റഫേൽ വാങ്ങുന്നത്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റഡ് ആ ഓഫീസുണ്ട്. അപ്പം അദ്ദേഹം അറിയപ്പെടുന്നൊരു ഡിഫൻസ് എക്സ്പെർട്ടാണ്, പേര് ഞാൻ പറയുന്നില്ല കാരണം ശരിയല്ല, കാരണം പേഴ്സണൽ ടോക്സ് ആയിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ നിലയിൽ നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് പോലും ഒരു ഫൈറ്റിംഗ് ഉണ്ടായി കഴിയുമ്പോൾ ഇതേപോലെയുള്ള എക്യുപ്മെൻറ്റ്സുമായിട്ട് നമ്മൾ വാറിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. ഈ പറയുന്ന പോലെ പ്രോഗ്രസ്, കാരണം ഈ ഡിഫൻസിൻ്റെ കാരണം T-90 ടാങ്ക്സ് എന്ന് പറയുന്നതാണ് റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാങ്ക്. അത് ആർമേർഡ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. അതുപോലും അവർക്ക് പ്രോപ്പറായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല, റൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫയർ വരുന്നത് അടി കിട്ടുക. കാരണം ഇത് ലേറ്റസ്റ്റ് രീതിയിൽ ഉണ്ടാക്കിയ കാരണം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ടെക്നോളജി വൈസ് റഷ്യക്ക് കൂടുതലായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഒരു പാട്ട സാധനമാണെന്ന് ഞാൻ പലപ്പോഴും അതിന് താഴെ വന്ന് പല ആൾക്കാർ ഓരോന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ വാറ് കഴിയുമ്പോഴും കോൺഫ്ലിക്റ്റ് കഴിയുമ്പോഴും ഈ എക്യുപ്മെൻറ്റ്സ് ആണ് ഈ രാജ്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഫെയിലിയർ ആയിരിക്കുന്നത്. അപ്പോഴാണ് ഇതിനെപ്പറ്റി ഡിബേറ്റ് വരുന്നത്. അപ്പം ചോദ്യമാണ് ഇനി നമുക്ക് എത്രമാത്രം റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിലേക്ക് ഞാൻ വരുന്നതിന് മറ്റൊരു കാര്യം കൂടെ പറയാം. എന്താണ് ഈ നാറ്റോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡിസ്കഷൻ വരുന്നത്? ഈ ഓഫീസർ പറയുന്നത് ഇപ്പം അമേരിക്കയാണ് നാറ്റോ രാജ്യങ്ങളുടെ തലവനെന്ന് പറയുന്നത്. കാരണം ലോക പോലീസ് അവരുടെ കയ്യിലാണ് പട്ടാളവും സൈന്യവും മാൻ പവറും എക്യുപ്മെൻറ്റ്സും ടെക്നോളജിയും ഒക്കെ ഏറ്റവും കൂടുതലുള്ളത്.
ഈ നാറ്റോ രാജ്യങ്ങളുടെയൊക്കെ ബേസ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും കൊറിയയിലും ജപ്പാനിലും അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും എല്ലാം ഉണ്ട്. ഈ എല്ലാ രാജ്യങ്ങൾക്കും ഈ ബേസ് അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉദ്ദേശം നിങ്ങൾക്കറിയാം എന്താണെന്ന്. ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെയാണ് ട്രംപ് പറഞ്ഞ കൂടുതൽ പണം വേണം. അപ്പം ഈ രാജ്യം, അതായത് അറിയാൻ സാധിക്കുന്നത് ഇപ്പം ജപ്പാനും കൊറിയയും അതേപോലെ തന്നെ ഓസ്ട്രേലിയയും ജർമ്മനിയും ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് നാറ്റോ സഖ്യത്തിൽ ഇന്ത്യ ജോയിൻ ചെയ്യണം. ഇന്ത്യ ജോയിൻ ചെയ്യുവാണെങ്കിൽ അമേരിക്കൻ ബേസ് ഗ്രാജുവലി അവർക്ക് വിഡ്രോ ചെയ്യാൻ മാറ്റാൻ പറ്റും. കാരണം ട്രംപ് പറഞ്ഞു കഴിഞ്ഞ് കൂടുതൽ പണം വേണം. ഇപ്പം ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇന്ത്യൻ ബേസുകൾ ഇതേപോലെയുള്ള രാജ്യത്ത് ഈ പറയുന്ന പെട്ടെന്നല്ല, ഒരു 3-4 വർഷം കഴിയുമ്പോൾ നമ്മുടെ എക്യുപ്മെൻസും എല്ലാം അപ്ഗ്രേഡ് ചെയ്യും. കാരണം ഈ രാജ്യങ്ങളെല്ലാം സഹായം തന്ന് അവരുടെ എക്യുപ്മെൻസ് തന്നെ, കാരണം അവരുപയോഗിക്കുന്ന ഷെൽസ് ആണെങ്കിലും മറ്റുള്ള വാർ എക്യുപ്മെൻസും ഹാർഡ്വെയർ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യും. അതായത് യൂറോപ്യൻ രാജ്യങ്ങളും ഈ മറ്റുള്ള ജപ്പാനും കൊറിയയും ഓസ്ട്രേലിയയൊക്കെ ഇന്ത്യൻ വെപ്പൺസ് വാങ്ങാൻ തുടങ്ങും, ഷെൽസ് വാങ്ങാൻ തുടങ്ങും. കാരണം മറ്റുള്ള ആ രാജ്യവുമായിട്ട് അവരുടെ രാജ്യത്ത് ആ ബേസ് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഇത് രണ്ടുമായിട്ട് സിങ്ക് ചെയ്ത് പോകണം. അതിൻ്റെ പേരിൽ അവർ ചിലപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വരാൻ പോകുന്ന 5-6 വരെ 10 വർഷം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മിലിറ്ററി ഹാർഡ്വെയർ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ആ ഓഫീസർ. കാരണം ഞാനത് അതിശോക്തിയായിട്ട് കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. കാരണം ഈ രാജ്യങ്ങൾക്കൊന്നും ഇപ്പം ട്രംപിന് താല്പര്യമൊന്നുമില്ല. ഈ രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി അമേരിക്ക ഈ ചെലവിന് കൂടുതൽ പണം വേണമെന്നാണ് ട്രംപിൻ്റെ ആഗ്രഹം. കാരണം ഇത് പല രാജ്യങ്ങൾക്ക് പല ലൈബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ജാപ്പനീസ് ടെക്നോളജി, കൊറിയൻ ടെക്നോളജി, ഓസ്ട്രേലിയ, ജർമ്മനി, ഇപ്പം ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ ഇന്ത്യയുടെ ബേസുകൾ അവിടെ ഉണ്ടാക്കണമെന്ന് ഇന്ത്യ നാറ്റോയിൽ ചേർന്ന ഇന്ത്യൻ ബേസുകൾ വരെ അവർക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഇവർക്കൊന്നും ഈ സൈനികപരമായിട്ട് മാൻ പവർ വളരെ കുറവാണ്. ഇന്ത്യയിൽ ഇഷ്ടം പോലെ മാൻ പവർ ഉണ്ട്. അപ്പോൾ ഈ മാൻ പവറിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ബേസുകൾ അവിടെ വരുമ്പം അതിനകത്ത് അമേരിക്കക്കാരന് കിട്ടുന്ന ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ട്. കാരണം അവൻ്റെ എല്ലാം സെക്യൂരിറ്റി നോക്കുന്നത് ഈ പറയുന്ന വലിയ വലിയ രാജ്യത്ത് അമേരിക്ക, അതിൻ്റെ പേരിലാണ് അമേരിക്കക്കാരന് ലോകത്തെല്ലായിടത്തും അക്സെപ്റ്റബിലിറ്റി ഉള്ളത്. അത് ഇന്ത്യക്കാരനും കിട്ടും. കാരണം എല്ലാ ഇന്ത്യക്കാരനും ഈ പറയുന്ന രാജ്യങ്ങൾ റെസ്പെക്റ്റ്, കാരണം അവൻ്റെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി നോക്കുന്നത് ഇന്ത്യൻ സൈനികരാണ്. നിങ്ങൾക്കറിയാവുന്ന വസ്തുത എനിക്കറിയില്ല. അതേപോലെ തന്നെ സൗദി അറേബ്യ, UAE ഇന്ത്യയിൽ നിന്നാണ് ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയത്. കാരണം ഇറാനെതിരെ ടാർഗറ്റ് ചെയ്ത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല കേരളത്തിലെ ഈ പറയുന്ന ഈ അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഈ ഇറാൻകാർക്ക് എത്ര സപ്പോർട്ടേഴ്സിന് ഇതിനെപ്പറ്റി എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളാണെങ്കിൽ, അറേബ്യൻ രാജ്യങ്ങൾക്കാണെങ്കിലും ഇപ്പം നേരത്തെ പല ആവർത്തി ടോക്സ്, കാരണം UAE പട്ടാളത്തെ ട്രെയിൻ ചെയ്യാൻ ഇന്ത്യൻ പട്ടാളം ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം ഇവിടെയൊക്കെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ സ്വാധീനം ഇന്ത്യയിലോട്ട് ഈ പറയുന്ന രാജ്യങ്ങളുടെ ഫോറിൻ കറൻസി ഒഴുകും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ കറൻസി വളരെ സ്ട്രെങ്തൻഡ് ആകും. പിന്നെ ഇന്ത്യക്കാരന് ലോകത്തെവിടെയും ഈ പറയുന്ന രാജ്യങ്ങളിൽ, ഷെങ്കൻ രാജ്യങ്ങളിലെല്ലാം അറൈവൽ ഓൺ വിസയാകും. അപ്പോൾ നിങ്ങൾ ചോദ്യം ഉണ്ടാകും, ഇപ്പം ഇന്ത്യ ഇപ്പോഴേ ഏകദേശം 40,000 കോടി 60,000 കോടിയുടെ ഇതേപോലെ വെപ്പൺസ് ഉണ്ടാക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റാണ്. എവിടൊക്കെയാണ് കൊടുക്കുന്നത്? ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്താണ് കൊടുക്കുന്നത്. ഇതേപോലെയുള്ള യൂറോപ്യൻ രാജ്യത്തും മറ്റുള്ള രാജ്യത്തും നമ്മൾ കുറച്ചേ കൊടുക്കും. കാരണം നമ്മൾ നാറ്റോ സഖ്യത്തിലല്ല. ഇവരൊന്നും തന്നെ ചൈനയോടും മേടിക്കാൻ തയ്യാറല്ല. കാരണം അമേരിക്കൻ സാങ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ നാറ്റോയിൽ ഒരു കാരണവശാലും ചൈനയെ നാറ്റോയിൽ എടുക്കത്തില്ല. ഇന്ത്യ നാറ്റോയിൽ അംഗമാകുകയും അതേപോലെ നമ്മുടെ വെപ്പൺസിൻ്റെ അപ്ഗ്രഡേഷൻ നല്ല ടെക്നോളജിയിൽ നടക്കുകയും ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇതേപോലെ പല രാജ്യങ്ങളിൽ പോയി പല ബേസുകളിൽ ട്രെയിനിങ്ങും പല ടെറൈനും, കാരണം നമ്മുടെ നേവി അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഈ പറയുന്ന പോലെ സംഭവമൊന്നുമല്ല നമ്മുടെ നേവി, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അപ്പം ഇതിനൊക്കെയുള്ള പണം ഈ രാജ്യങ്ങളിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ സൈനികർക്ക് അതേപോലെയുള്ള ട്രെയിനിങ്, ഒരു ഗ്ലോബൽ വേൾഡ് ക്ലാസ് ട്രെയിനിങ്, കാരണം പുതിയ ടെക്നോളജി, പുതിയ രീതി അവർ പഠിക്കേണ്ടി വരും. കാരണം ഈ രാജ്യങ്ങളിലൊക്കെയാണ് സർവീസ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ഖത്തറിൻ്റെ ത്രട്ട് ഉണ്ടല്ലോ, അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കയറ്റത്തില്ല ജോബ് വിസ. മറ്റു പല അറേബ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരെ പുച്ഛമാണ്, അവൻ്റെ മുഖത്ത് തൂപ്പും, ആ പുല്ലൊക്കെ അങ്ങ് പോകും. കാരണം ആ രാജ്യത്തിന് നാളെ ജീവിക്കണം എന്നുണ്ട് നമ്മുടെ സെക്യൂരിറ്റി.
ആ പിക്ചർ അങ്ങ് മാറും. അത് ഭയങ്കര പ്രൈഡ് സംഭവമായിട്ട് മാറും. ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡിഫൻസ് ഒഫീഷ്യലുകൾ പറയുന്നത്. കാരണം ഇന്ത്യ നാറ്റോയിൽ ചേരേണ്ട സമയമായി. ഒരു കാരണവശാലും റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ഈ കൊറിയയും സൗത്ത് കൊറിയയും ജപ്പാനും തായ്വാനും ഹോങ്കോങ് ആണെങ്കിലും ഓസ്ട്രേലിയ, അവർക്കെല്ലാം പൊട്ടൻഷ്യൽ ത്രെട്ടുള്ളതാണ് ചൈന. അപ്പോൾ അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ബേസ് അവിടെ ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാകാനുള്ള കാരണം അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുകയാണ്. കാരണം ഇൻഡോ പസഫിക് ആ റീജിയൻ്റെ അകത്ത്. അപ്പം ഇതൊരു സംഭവമാണ്. ഇത് കാരണം എങ്ങനെ ഇത് വന്ന് തീരുമെന്നുള്ള അറിയാൻ പറ്റത്തില്ല. ഞാനീ പറയുന്നത് പെട്ടെന്നുണ്ടാകുന്നതിന് മാറ്റമല്ല, പക്ഷെ വരാൻ പോകുന്ന 5-6 വർഷം കൊണ്ട് ഇതിനൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗ്ലോബൽ സൈനിക ശക്തിയായിട്ട്, കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം സെക്യൂരിറ്റി കൊടുക്കുകയാണ്, ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം മാറട്ടെ എന്നാണ് എൻ്റെ ഒരു ആശംസ.